അപ്പോൾ 99.5% താൻ പഠിച്ച ഹദീസുകളിൽ 99.5% തെറ്റാണ്, കള്ളമാണ്, വ്യാജമാണെന്ന് ആദ്യം പറഞ്ഞതാരാ? ബുഖാരി. ഇമാം ബുഖാരി 10 ലക്ഷം പഠിച്ചതിൽ 3000 ഒഴിച്ച് ബാക്കി മുഴുവൻ കളവാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഒന്ന് തെളിയിച്ചാൽ, അദ്ദേഹം പറയുന്നതിൽ ഒരു 0.5% ശരിയുണ്ട്, നമുക്ക് എന്താക്കായിരുന്നു, നമുക്ക് അംഗീകരിക്കായിരുന്നു. ആക്ഷേപ വിധേയമാക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഏറ്റവും സ്വഹീഹ ഇതിലുണ്ടാവുള്ളൂ. അതാണ് ഇവർക്ക് നല്ലോണം പൊള്ളിയത്. കാരണം ഇനി എങ്ങനെ തപ്പിയാലും അതിന് നമുക്കൊരു ദുർബലമായത് കിട്ടുന്നില്ല, എങ്ങനെ തപ്പിയാലും കിട്ടൂല. 10 ലക്ഷം ഹദീസ് പഠിച്ച ബുഖാരി എത്ര ഹദീസുകളാണ് സഹീഹ് എന്ന നിലക്ക് അദ്ദേഹം എഴുതി വെച്ചത്? ഏതാണ്ട് 3000 ചില്ലാനം, 6000 ആവർത്തനങ്ങളോടുകൂടി 6000 ചില്ലാനം. അപ്പോ 10 ലക്ഷത്തിന്റെ എത്ര ശതമാനമാണ് ഈ 3000 അല്ലെങ്കിൽ 4000? 10 ലക്ഷത്തിന് 1% വരില്ല. അപ്പൊ 10 ലക്ഷത്തിന് 1% വരണമെങ്കിൽ 10,000 വരണം. ആണോ? ഇല്ല. 0.5% ഉണ്ടോ? അതും ഇല്ല. അപ്പൊ 99.5% താൻ പഠിച്ച ഹദീസുകളിൽ 99.5% തെറ്റാണ്, കള്ളമാണ്, വ്യാജമാണെന്ന് ആദ്യം പറഞ്ഞതാരാ? ബുഖാരി. ബാക്കിയുള്ള 0.5% അദ്ദേഹം എഴുതിയത്. ആ എഴുതിയതിൽ തന്നെ തെറ്റുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ആ എഴുതിയതിൽ തന്നെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ 99% കള്ളമായിട്ടുള്ള ഒരു സംഗതിയുടെ ഈ 0.5% മാത്രം ശരിയാണ് എന്ന് പറയുക സാധ്യമല്ലല്ലോ. ഷഫീസലേ, ഈ അടുത്ത കാലത്ത് ഇമാം ബുഖാരി അതേപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയൊരു സഹോദരനാണ് മുസ്തഫ അലി. ഇപ്പോൾ അദ്ദേഹം ഇമാം ബുഖാരിയെയും അതേപോലെ തന്നെ സഹീൽ ബുഖാരിനൊക്കെ എതിർക്കാൻ വേണ്ടി കണ്ടെത്തിയ പുതിയ ന്യായമാണെന്ത് ഇപ്പം അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ വസ്തുത എന്താണ്? അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ പടപ്പിൻ്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല, സംഭവം എന്നല്ല. അള്ളാൻ്റെ പേരിലാണ് അയാൾ പലപ്പോഴും കളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കി, അതിൽ ശതമാനക്കണക്കൊക്കെ പറഞ്ഞു, 0.5% പോലും ഉദ്ധരിച്ചില്ല, ബാക്കിയുള്ള മുഴുവനും കളവാണെന്ന് മൂപ്പര് പറഞ്ഞു എന്നാണ്. ഇമാം ബുഖാരി 10 ലക്ഷം പഠിച്ചതിൽ 3000 ഒഴിച്ച് ബാക്കി മുഴുവൻ കളവാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഒന്ന് തെളിയിച്ചാൽ, അദ്ദേഹം പറയുന്നതിൽ ഒരു 0.5% ശരിയുണ്ട്, നമുക്ക് എന്താക്കായിരുന്നു, നമുക്ക് അംഗീകരിക്കായിരുന്നു. ബുഖാരി അങ്ങനെ പറഞ്ഞത്, അദ്ദേഹം ഇപ്പോൾ വലിയൊരു നവോത്ഥാന നായകനായി സ്വയം ചമയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ടെങ്കിൽ ഇമാം ബുഖാരി അദ്ദേഹം 10 ലക്ഷം ഹദീസിൽ 3000 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ 3000 കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ എന്താണ്, ലൈഫായതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്, കളവായതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് എന്ന് ഇമാം ബുഖാരി എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ എഴുതി വെച്ചതുണ്ടെങ്കിൽ അയാൾ കാണിച്ചതാണ്. കാരണം ബാധ്യതയുണ്ട്. പിന്നെ അള്ളാഹുവിനെ പേടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറയാൻ പേടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഖുർആനിൻ്റെ പേരിൽ കളവ് പറയാൻ പേടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി ഇമാമിൻ്റെ പേരിൽ കളവ് പറയാന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരി ആരാണെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. അതിനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ വിചാരം ഇമാം ബുഖാരിക്ക് ഈ സഹീൽ ബുഖാരി എന്ന് പറഞ്ഞൊരു കിതാബ് മാത്രമേ ഉള്ളൂ എന്നാണ്. ആ സഹീൽ ബുഖാരിയിൽ കൊള്ളിക്കാൻ വേണ്ടി 3000 എടുത്ത് ബാക്കി മുഴുവൻ എന്താക്കി, ഒഴിവാക്കി എന്നാണ്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലക്ക് 30-ൽ പരം കിതാബുകൾ തന്നെ ഈ രംഗത്തുണ്ട്. അതിൽ സഹീഹുൽ ബുഖാരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നിടത്താണ് പറഞ്ഞത്, ഇതിൽ ഞാൻ സഹീഹല്ലാത്ത മറ്റൊന്നും പ്രവേശിപ്പിക്കുന്നില്ല. ആ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിലുള്ളത് മുഴുവൻ സഹീഹാണ്, ബാക്കിയുള്ളത് സഹീഹല്ല എന്നല്ല. അത് അയാളുടെ വ്യാഖ്യാനമാണ്. സഹീൽ ബുഖാരിയിൽ ഇല്ലാത്തതും എന്നാൽ സഹീഹായിട്ടുമുള്ള ധാരാളം ഹദീസുകൾ ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദ് എടുത്താൽ കിട്ടും. അതുപോലെ തന്നെ താരിഖുൽ കബീറുണ്ട്, താരിഖ് സഗീറുണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരിയുടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മഹാപണ്ഡിതന്മാരിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇൽമ് സ്വീകരിക്കാൻ, പ്രത്യേകിച്ചും ഹദീസ് പഠിക്കാനും അത് സ്വീകരിക്കുവാനും അത് ക്രോഡീകരിക്കുവാനൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഈജിപ്തിലും അതുപോലെ തന്നെ ഒന്ന് അദ്ദേഹം ബുഖാരിയാണ്, ആ നിലയ്ക്ക് തന്നെ ബുഖാറയിലും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം എന്തായിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക ലോകത്തെ പണ്ഡിതന്മാർ ആധുനിക കണക്ക് പ്രകാരം 10-25,000 കിലോമീറ്റർ വരെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം സഞ്ചരിച്ച സഞ്ചാരവുമായി ബന്ധപ്പെട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അതിനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരി റഹിമഹുല്ല ഒന്ന് അദ്ദേഹം ഇത്ര കണ്ട് ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധനാകാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ ഹദീസിൻ്റെ രംഗത്ത് അമീറുൽ മുഅ്മിനീൻ എന്നൊക്കെ അറിയപ്പെട്ടിട്ടുള്ള 5ഓളം പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായിക്കൊണ്ട് ഇത് അഥവാ ഹദീസ് പഠിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈഖന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹദീസ് പഠിക്കാൻ വേണ്ടി അദ്ദേഹം
1080ഓളം ഷെയ്ഖന്മാരെ അടുത്ത് എന്തായിട്ടുണ്ട് പോയിട്ടുണ്ട്, ഉസ്താദുമാരടുത്ത് പോയിട്ടുണ്ട്. 1080. ഇവരൊക്കെ ചരിത്രങ്ങളും മറ്റും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൃത്യമായി ഉല്ലേഖനം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കൊരിക്കലും എന്താൻ കഴിയില്ല, ഇതൊന്നും ഒരാൾക്കും അഥവാ കൃത്യമായ ഒരു കാര്യം പഠിക്കാൻ തയ്യാറാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഇത് നിഷേധിക്കാൻ കഴിയില്ല. അതേസമയത്ത് എന്തെങ്കിലും ഒരു ആശയം തലയിൽ വെച്ച് അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുക എന്നുള്ള നിലക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെട്ടപ്പോൾ മഹാനായ ഫളിൽ ഇബ്നു ദക്കീൻ അൽ കൂഫി റഹിമഹുല്ല, അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 210 അതുപോലെ തന്നെ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അത്തയാലിസി റഹിമഹുല്ല അൽ ബസരി 227 അദ്ദേഹം മരിച്ചത്. അതുപോലെ തന്നെ അലി ഇബ്നു മദീനി അൽ ബസരി റഹിമഹുല്ല 234 അദ്ദേഹം മരിക്കുന്നത്. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി അൽ മർവസി റഹിമഹുല്ല, അദ്ദേഹം ഹിജ്റ 235 വഫാത്താകുന്നത്. മുഹമ്മദ് ബിൻ യഹ്യ അദ്ദുഹ്ലി അന്നൈസാബൂരി ഹിജ്റ 258 അദ്ദേഹം വഫാത്താകുന്നത്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇവരിൽ നിന്നൊക്കെ ഹദീസുകൾ നേരിട്ട് പഠിക്കാൻ മഹാസൗഭാഗ്യം ലഭിച്ച ആളാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേരിൽ അപരനാമത്തിൽ അക്കാലഘട്ടത്തിലും എക്കാലഘട്ടത്തിലും അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനായ ഇമാമുൽ മക്കി ഇബ്നു ഇബ്രാഹിം, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം തബഉ താബിയാണെന്നാണ്. തബഉ താബിയായ മക്കി ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലയിൽ നിന്ന് പോലും ഹദീസ് നേരിട്ട് കേൾക്കാനും പഠിക്കാനും സൗഭാഗ്യം ലഭിച്ച ആളാണ് ഈ ഇമാം ബുഖാരി. ഇപ്പോൾ ഇമാം ബുഖാരിയുടെ സനദ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ സനദുകളുടെ കൂട്ടത്തിൽ അയല സനദ് എന്നറിയപ്പെടുന്നത് ഒന്ന് ഇമാം മാലിക്കിൽ നിന്ന് ഇമാം നാഫി ഉദ്ധരിച്ചതും ഇമാം നാഫി അത് ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. ആകെ നബിയിലേക്കുള്ള തലമുറകൾ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഇബ്നു ഉമറിൽ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും മൗലയുമായിട്ടുള്ള നാഫി കേൾക്കുന്നു, അദ്ദേഹത്തിൽ നിന്ന് ഇമാം മാലിക് കേൾക്കുന്നു, ഇമാം മാലിക്കിൽ നിന്ന് ബുഖാരി റഹിമഹുല്ല കേൾക്കുന്നു. ഇതാണ് 5 ആള് മൊത്തം വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ മാലിക്, നാഫി, ഇബ്നു ഉമർ, അത് കഴിഞ്ഞാൽ മുഹമ്മദ് ഇമാം ബുഖാരി അടക്കം 5ാമത്തെ. ഇങ്ങനത്തെ എന്നിട്ട് പറയുന്നത് 10 ലക്ഷം ഹദീസ് ഞാൻ പഠിച്ചു. ആ 10 ലക്ഷം ഹദീസുകളെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഏറ്റവും സഹിഹാണെന്ന്, അതായത് ലഈഫ് അതിലേക്ക് കടന്നു വരാൻ ഒരു നിലക്കും സാധ്യമല്ല, ആ നിലക്ക് ഉള്ള ഹദീസുകൾ മാത്രമാണ് ഈ സ്വഹീഹ് ബുഖാരിയിൽ ഞാൻ എന്തായിട്ടുള്ളൂ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതാണ് ബാക്കിയുള്ള മൊത്തം എന്താണ് ലഈഫാണെന്ന് ഈ മനുഷ്യൻ പറഞ്ഞത്. അത് ഇയാളല്ലാതെ ലോകത്ത് ഇതിൻ്റെ മുമ്പ് ഒരാൾ പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ നമുക്ക് അറിയില്ല. അപ്പോൾ അത്ര കണ്ട് ഒന്ന് പറയുന്ന വിഷയത്തിൽ പോലും ഒരു വിവരവുമില്ലാത്ത രൂപത്തിൽ ആണ് ഇത്തരം ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു ശൈലി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് ദീനിനെ ദുർവ്യാഖ്യാനിക്കുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. അത്തരത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസക്കാരൻ. ഇനി ഇയാൾ അടുത്തൊരു ഘട്ടത്തിൽ പറയാൻ പോകുന്ന വാക്ക് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. പ്രവചനം. കാരണം എന്താ വെച്ചാൽ ഇത് ഇയാൾക്ക് എവിടുന്ന് കിട്ടുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇയാൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കൂ, നിങ്ങൾ പ്രവാചകൻ്റെ ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉദ്ധരിക്കുന്ന ഹദീസുകൾ റഷ്യക്കാരായ ആളുകൾ ഉദ്ധരിച്ചതാണ്. അറബികളുണ്ടോ? ബുഖാരി എടുക്കൂ, മുസ്ലിം എടുക്കൂ, അതുപോലെ തന്നെ മറ്റേ ഇബ്നു മാജ എടുക്കൂ, ഇവരാരും അറബികളല്ല. ഇത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഇത് പണ്ട് ചേകന്നൂർ പറഞ്ഞതാണ്. ഇയാളുടെ ഏതൊരു ഖുത്ബയില് പറഞ്ഞത് എൻ്റെ ഓർമ്മ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഒന്ന് ചേകന്നൂർ പറയേണ്ടതാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ചില ബുസ്താനിമാരും അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സാധാരണഗതിയിൽ പറയാറുള്ളത് ഷിയാക്കളുടെ ആചാര്യന്മാരാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തമായ നിലയ്ക്ക് തന്നെ ഷിയയിസത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആനിൽ അബദ്ധമുണ്ടെന്ന് വരുത്തി തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അബദ്ധമുണ്ട് എന്ന് വരുത്തി തീർക്കണം. ഇതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. ഇമാം ബുഖാരിയുടെ നേരെ കൈ ഓങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി ഇസ്ലാമിലെ എല്ലാം എവിടേക്കും കൈ കൊണ്ടുപോകാം എന്ന ആ ഒരു ബാലപാഠത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളിലേക്ക് ഇത്തരം ആളുകൾ കടന്നു വരുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിം ഇപ്പം ഷബീ സലൈ പറഞ്ഞതിൻ്റെ അവസാന ഭാഗങ്ങളെ നമ്മളെ പല ആളുകളും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പല ആളുകളും വിമർശിക്കാറുണ്ട്, ആക്ഷേപിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഇമാം ബുഖാരിക്ക് നേരെ ആളുകൾ ഈ ആക്ഷേപം ചൊരിഞ്ഞൊരു ചരിത്രം നമ്മൾ പഠിക്കേണ്ട, അതിന് കുറേ പാഠങ്ങളുണ്ടാകും. അപ്പോൾ ഏതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പിന്നെ ഈ ആളുകളൊക്കെ ഇമാം ബുഖാരി അംഗീകരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇമാം ബുഖാരി ആക്ഷേപിക്കുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു അവർ? ശരിക്ക് ഇപ്പോൾ ഷബീ സലൈയുടെ അവസാനത്തിൽ പറഞ്ഞല്ലോ, അതായത് ഇസ്ലാമിനോട് എക്കാലത്തും ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ള
ഷിയാക്കൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ ഒരു പ്രധാന ടീം. അഥവാ ഈ ഓറിയൻ്റലിസ്റ്റുകൾ വഴി വന്നിട്ടുള്ള ഈ ചിന്താഗതി അതെങ്ങനെയെങ്കിലും പിന്നെ മുസ്ലിങ്ങളിൽ പ്രചരിപ്പിക്കണം, അതിലൂടെ അവരെ പാടെ തളർത്തണം എന്ന് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ലോകത്തുണ്ടായ വിശ്വാസരംഗത്തെ വ്യതിയാന കക്ഷികളെ കീറി മുറിച്ചു എന്നുള്ളതാണ്. ഷിയാക്കളും ഖവാരിജുകളും മുഅ്തസിലിയാക്കളും തുടങ്ങി ഖദരിയാക്കൾ ഈ വിഭാഗങ്ങൾക്കെല്ലാം വന്ന പ്രശ്നം എന്താണ്? അഹ്ലുസുന്നയുടെ കൃത്യമായ റൂട്ട് ലൈൻ ഏതാണ് എന്ന് നന്നായി പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഏത്? സ്വഹീഹുൽ ബുഖാരി. അപ്പോൾ അതിനെ ശരിക്കും വെട്ടിയാൽ അത് യഥാർത്ഥ വിശ്വാസികൾ വെട്ട് തന്നെയാണ് എന്നൊരു നല്ല ഉദ്ദേശം എന്തുണ്ട് ഇതിലുണ്ട്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് മറുപടി ലഭിക്കപ്പെട്ട ഒരു പണ്ഡിതൻ കൂടിയാണ് ഇമാം ബുഖാരി. അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ സേവനത്തിൻ്റെ വില, അതിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഒരു പണ്ഡിതൻ ചെയ്ത വളരെ ഗംഭീരമായൊരു കാര്യം, അത്ര തുല്യമായൊരു പണി പിന്നെ ഇല്ല, അത്ര മുന്തിയ പണിയാണത്. അപ്പോൾ ആ പണിക്ക് നേരെ ആക്ഷേപങ്ങൾ ഏതെല്ലാം കോണിൽ നിന്ന് വന്നിട്ടുണ്ടോ അതിനെയെല്ലാം കൃത്യമായി അതിൻ്റെ അടിവേരറുത്ത ചരിത്രമാണ് ലോകത്തുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും അതാണ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരൊക്കെ ഇന്നും ചെയ്യണത് ഇമാം ബുഖാരി അടക്കമുള്ളവരുടെ ഈ അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി മാത്രമല്ല, പ്രധാനമായൊരു 4-5 രീതിയിൽ മനസ്സിലാക്കുക. ഇപ്പോൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ആക്ഷേപ വിധേയമാക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഏറ്റവും സ്വഹീഹ് ഇതിലുണ്ടാവുള്ളൂ. അതാണ് ഇവർക്ക് നല്ലോണം പൊള്ളിയത്. കാരണം ഇനി എങ്ങനെ തപ്പിയാലും അതിന് നമുക്കൊരു ദുർബലമായത് കിട്ടുന്നില്ല, എങ്ങനെ തപ്പിയാലും കിട്ടൂല. ഇമാം ബുഖാരി റഹിമഹുല്ല സനദോടുകൂടി പറഞ്ഞത് മുഴുവൻ എന്താണ്? അത് പണ്ഡിത ലോകം അംഗീകരിച്ച കാര്യമാണ്, സ്വഹീഹാണ്. അത് അത്ര കനപ്പെട്ട നിബന്ധന ഇമാം ബുഖാരി വെച്ചത്. അപ്പോൾ അത് ശത്രുക്കൾക്ക് വല്ലാതെ അരിശുണ്ടാക്കി. അപ്പോൾ അതാണ് അംഗീകരിക്കാതെ അത് വിമർശിക്കപ്പെടാൻ ഒരു കാരണമായി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാൻ പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയാം, അലാ ദറജാത്തുൽ ഹിഫ്ള് വല്ലബ്ത് വൽ അമാന. ഈ ഹദീസിൻ്റെ നിയമങ്ങളിൽ പെട്ടതാണ്. അതായത് ഏറ്റവും മനപ്പാടമുള്ള, അതിൽ തന്നെ ക്ലിപ്തതയുള്ള, അതിൽ തന്നെ വിശ്വാസ്യതയുള്ള ആ നിലക്കാണ് ഇമാം ബുഖാരി എന്തായിട്ടുള്ളത്? ഹദീസിനെടുത്തിട്ടുള്ളത്. അതാണ് ഇമാം ബുഖാരിൻ്റെ എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ആഗ്രഹിച്ചൊരു കാര്യമാണ്, അയലാ സനദ് കിട്ടണം. കിട്ടുകയാണെങ്കിൽ അയലാ സനദ് കിട്ടണം. അത് നന്നായി കിട്ടിയ ആളാണ് ആര്? ഇമാം ബുഖാരി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് വഫാത്തിൻ്റെ സമയത്ത് ഓർക്കുന്നുണ്ട്, അദ്ദേഹം കരഞ്ഞപ്പോൾ പറയാണ്, എന്ത് നിങ്ങൾ കരഞ്ഞു? അപ്പോൾ ഞാൻ അയലാ സനദ് കിട്ടിയവർ ഓർത്ത് കരഞ്ഞു പോയതാണ്. കാരണം വീട് കാലി ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് സനദ് ആലിയായി കിട്ടണം. ഇമാം ബുഖാരി ഷെയ്ഖ് സലാഹ് സൂചിപ്പിച്ചു ഇമാം ബുഖാരിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള സ്വഹീഹുൽ ബുഖാരിയാണ്. മറ്റൊന്ന്, കിട്ടിയതൊക്കെ പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഈ CH പോലെ, ഈ ഷിയ CH മൗലവിയെ പോലെ ആൾക്കാർ ഇമാം ബുഖാരിക്ക് കിട്ടിയതൊന്നും ഇമാം ബുഖാരി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ അടുത്തൊരു ആരോപണം. അപ്പോൾ അത് ശരിക്കും എന്താ വെച്ചാൽ ഇയാളിത് പറയണത്, ഇയാൾ ഏത് കാര്യം നോക്കിയാലും അതിൻ്റെ പിന്നിൽ ഒരു അഞ്ചിൽ വരെയുള്ള ഷിയ പണ്ഡിതന്മാരുടെ പേര് ഇയാൾ പറയും. 2-3-4 ഷിയ പണ്ഡിതന്മാരുടെ പേര്, അതൊക്കെ ഇതേ നിലക്കുള്ള വിമർശനം പറഞ്ഞ ആളുകളെ കാരണം. അപ്പോൾ ഒന്നങ്ങനെ കിട്ടിയത് മുഴുവൻ എടുത്തിട്ടില്ല എന്നുള്ള വിമർശനം. മറ്റൊന്ന്, സ്വഹീഹുൽ ബുഖാരി ദുർബല ഹദീസുകളുണ്ട്. അത് കാണിപ്പോൾ കേരളത്തിൽ നമ്മൾ നന്നായി നേരിടുന്ന ഒന്ന് ഇയാളാണെങ്കിൽ ഇയാളിലേക്ക് എത്താൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് എന്താ പറയുക, സ്വഹീഹുൽ ബുഖാരി ദുർബല ഹദീസുകളുണ്ട്. ഇപ്പോൾ സലാസുല്ലമി റഹിമഹുല്ലാഹ് പറഞ്ഞത് 60 ഹദീസ് ഞാൻ തന്നെ ലൈഫാക്കിയിട്ടുണ്ടെന്നാണ്. അതിൽ ദുർബല 60 ഞാൻ തന്നെ ആക്കിയിട്ടുണ്ട്. മർക്കസ് ദാവക്കാർ ഇപ്പോഴും പറയുന്ന കാര്യമാണ്, പല ഹദീസ് എടുത്ത് കാണിച്ചിട്ട് ദുർബലതാണ്, ഖുർആൻ എതിരാണ്, സ്വഹീഹുൽ ബുഖാരി ഖുർആൻ എതിരാണ്. വഹി എങ്ങനെ എതിരാകുക? ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ നിലക്കുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ വാദവുമായി ചേകന്നൂരിലൂടെ വന്നപ്പോൾ, അല്ലെങ്കിൽ CN പോലുള്ള ആളുകളൂടെ വന്നപ്പോൾ, അന്ന് ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹിമഹുല്ലാഹ് കൊടുത്ത വളരെ കനപ്പെട്ട മറുപടികൾ ഇന്നൊക്കെ അതിങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി വിലപ്പെട്ട ഹദീസുകളുടെ കനപ്പെട്ട സമാഹി, വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ഇതിലാണ്. അതെ, സ്വഹീഹുൽ ബുഖാരി ദുർബല ഹദീസുകളോ എന്നൊക്കെ സ്വഹീഹുൽ ബുഖാരി മനപ്പാടമുള്ള പണ്ഡിതന്മാർ കേരളത്തിൽ മറുപടി പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. ഇന്നത് നമ്മൾ പറയേണ്ട അവസ്ഥയാണ്. കാരണം ഈ CH പോലെയുള്ള ആളുകളെ ചിന്തകളിലേക്ക് മത്സരിക്കുകയാണ് മർക്കസ് ദാവക്കാരും. അതിൻ്റെ പിന്നാലെ സീർ ടവർ കുറേശ്ശെ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട്, ആ മത്സരം പഠിച്ച് അവർ വരുന്നുണ്ട്.
പിന്നെ മറ്റൊന്ന്, നാലാമത്തെ ഒരു ആരോപണം എന്താ വെച്ചാൽ, ഷിയാക്കളിൽ നിന്ന് ഇമാം ബുഖാരി, റാഫിദുകളൊക്കെ ആയ ആളുകളിൽ നിന്ന് ഇമാം ബുഖാരി ഹദീസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇമാം ബുഖാരിക്ക് ഷിയാക്കളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, അവരിലൂടെയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ തലത്തിൽ ഇമാം ബുഖാരിയെ ക്രൂശിക്കാൻ നടന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ 10-16 വർഷങ്ങളെടുത്തിട്ട്, അതും ഒരുപാട് ഓരോ ഹദീസിനു വേണ്ടി കുളിച്ച് വൃത്തിയായി, അതേപോലെ ഇസ്തിഖാറ നിസ്കരിച്ച് രാത്രി പലപ്പോഴും ഉറക്കി നടന്നിട്ടൊക്കെയാണ് ചില ഹദീസുകൾ എന്ത് ചെയ്യുക, ഇമാം ബുഖാരി ചരിത്രം പഠിച്ചാൽ കാണാം. അത്ര ത്യാഗം ചെയ്തുകൊണ്ട് ഇമാം ബുഖാരി ക്രോഡീകരിച്ച ഒരു ബൃഹത്തായ അത്ഭുതകരമായ കാര്യമാണ് സ്വഹീഹുൽ ബുഖാരി എന്നത്. ഇനി മാത്രമല്ല, ഇമാം ബുഖാരിൻ്റെ പേര് കേൾക്കുമ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് വരെ ഒരു പുച്ഛം തോന്നുന്ന അവസ്ഥയിലേക്ക് പല മുസ്ലിം സംഘടനാ ഭാരവാഹികളുടെയും ഇടപെടൽ കൊണ്ട് കാരണമായിട്ടുണ്ട്. ശരിക്ക് ഇമാം ബുഖാരി എവിടെ വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് വിശേഷിപ്പിട്ട ആ തലമുറയിൽ ആര് വരിക? ഇമാം ബുഖാരി വരിക. അപ്പോൾ ആ ഒരു ഈമാനിക ബോധം പോലും ആളുകളിൽ നിന്ന് ഊറ്റിക്കളയും വിധമാണ് ഇത്തരം ആളുകൾ ഈ വേണ്ടാത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇയാൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇസ്ലാം പറയാൻ പാകമായ ഒരാളായിട്ട് ഇയാളെ കാണാൻ തന്നെ പറ്റില്ല. കാരണം ഇയാൾ മൊത്തം കംപ്ലീറ്റ്ലി പൂർണ്ണമായും ഇയാൾ ഷിയ ആണ് എന്ന കാര്യത്തിൽ എന്തില്ല, ഒരു സംശയമല്ല. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ വ്യതിയാന കക്ഷികൾ നോക്കിയാൽ ഏറ്റവും ആദ്യത്തിൽ തെറിച്ചു പോയ ആൾക്കാരെ ഷിയാക്കൾ, അവരുടെ ഇന്നത്തെ പതിപ്പാണ് ഇയാൾ. അതുകൊണ്ട് സമൂഹം നന്നായി ഇയാളെ കാര്യത്തിൽ കരുതിയിരിക്കണം, വളരെ ജാഗ്രത കൈക്കൊള്ളണം, ഇയാളെ ഷെറിൽ നിന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ പറയുന്നത് ഇസ്ലാമിക നവീകരണവാദി എന്നൊക്കെയാണ്. സത്യത്തിൽ ഇയാൾ ഇസ്ലാമിൻ്റെ നശീകരണവാദിയാണ്. ആ കാര്യം നമ്മൾ തിരിച്ചറിയുന്നതാണ്. ഇസ്ലാമിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ കഴിയും അത് ഇയാൾ റിസർച്ച് ചെയ്തുകൊണ്ട് ആ നിലക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ. മുസ്ലിങ്ങളായ ആളുകൾ പൊതുവെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹായി സ്വീകരിക്കുന്ന ഗ്രന്ഥമാണ്. അത് മുസ്ലിങ്ങളിൽ തർക്കമൊന്നുമില്ല. അപ്പം അത്തരമൊരു ഗ്രന്ഥത്തിനെതിരെ കൈവെക്കുന്നവർക്ക് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തെ നമ്മുടെ ശ്രോതാക്കൾ തിരിച്ചറിയണം. അപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന ശ്രോതാക്കളോട് സ്നേഹത്തോടെ പറയണം, ഇമാം ബുഖാരിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കാൻ, അത് കേൾക്കാൻ എല്ലാവരും ഒരു സമയം കണ്ടെത്തണം. നമ്മുടെ കുറേ ഉസ്താദുമാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരിൻ്റെ സീറ പല ഭാഗങ്ങൾ 6-7 ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കേട്ട് ആരാ ഇമാം ബുഖാരി എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ ഒരു സമയം കണ്ടെത്തണമെന്ന് സ്നേഹത്തോടു കൂടെ ശ്രോതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്.